ഹായ്, വെൽക്കം ടു സെലീനസ് കിച്ചൺ. സുഖമല്ലേ? ഇന്നത്തെ എൻ്റെ റെസിപ്പി റഷ്യൻ സാലഡാണ്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ സാലഡാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നമുക്ക് ഇപ്പോൾ കാണാം. നമുക്കിനി റഷ്യൻ സാലഡിൻ്റെ കൂട്ട് നമുക്ക് നോക്കാം. 2 ആപ്പിൾ, 3 ഉരുളക്കിഴങ്ങ്, 4 കീര, 2 ക്യാരറ്റ്, കുറച്ച് ക്യാബേജ്, പിന്നെ വേണ്ടത് സ്പ്രിംഗ് ഓണിയൻ, പിന്നെ ക്രീം, പൈനാപ്പിൾ ടിന്ന്, മയണൈസ്, കുറച്ച് പഞ്ചസാര, പകുതി നാരങ്ങ. ഇത് മയണൈസ് ഇതിൽ ഇച്ചിരിയേ ഉള്ളൂ, അതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്യും. പിന്നെ വേണമെങ്കിൽ മാത്രമേ ഇതിൽ നിന്ന് എടുക്കുള്ളൂ. ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. ബാക്കിയൊന്നും ഇത് ക്യാരറ്റൊന്നും പുഴുങ്ങിയിട്ടില്ല. ബാക്കിയെല്ലാം ഇതിലേക്ക് നമുക്കിനി അരിഞ്ഞിടാം. നാരങ്ങയുണ്ട്, പകുതി നാരങ്ങയുണ്ട്, പക്ഷെ ഞാനിവിടെ എടുത്തിട്ടില്ല. നമുക്കിനി ഇത് മുറിച്ചെടുക്കാം. ഇത്രയും വലുപ്പത്തിൽ മുറിക്കണേ. പുഴുങ്ങിയത് കാരണം അരിഞ്ഞു പോകും. കീര, ഞാൻ ഇതുകൊണ്ടാണ് ചെയ്തത്. ഇതുകൊണ്ട് ചെയ്തെന്നാൽ ഇത് ഇങ്ങനെ അടന്നടന്ന് വീഴും, അതാണ്. പിന്നെ ഈ വശമുള്ളത് നമ്മൾ തൊലി കളയണതാണ്. ഇതാണ് എൻ്റെ കയ്യിൽ ഇതുള്ളത് കൊണ്ടാണ് ഞാൻ ഇതുകൊണ്ട് ചെയ്തത്, എളുപ്പത്തിന്. പിന്നെ ഇതില്ലെങ്കിലും കത്തി കൊണ്ട് ചെയ്താലും മതി. അതേപോലെ തന്നെ നമുക്ക് ക്യാരറ്റും ആക്കിയെടുക്കാം. ആപ്പിൾ മുറിക്കാം. ഇതാണ് പീസ്. ആപ്പിൾ ഇത്ര ഉള്ള പീസ്. ഉരുളക്കിഴങ്ങ് ഇത്തിരി കൂടി വലിപ്പം വേണം. ആ ഒച്ച വെക്കണത് എൻ്റെ തത്തയാണ് കേട്ടോ, കാസ്കോ. നമുക്കിനി അടുത്തത് അരിഞ്ഞെടുക്കാം.
പാനിലാക്കിയാൽ മതി. അടുത്തത് കാബേജ് മുറിച്ച് വെക്കാം. പൈനാപ്പിൾ കട്ട് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇതിന് 4 സ്പൂണാണ്. ഇതിലേക്ക് ഈ പൈനാപ്പിൾ ടീനിൻ്റെ വെള്ളം കുറച്ചൊഴിച്ച് കൊടുക്കണം. നാരങ്ങ ഇതിലേക്ക് മയോണൈസ് ചേർത്ത് കൊടുക്കാം. മയോണൈസ് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞങ്ങൾ ഉപയോഗിക്കുന്നത് 100. ഇതൊരു ടിന്നി, അതനുസരിച്ച് വേണം എന്തോരം വേണമെന്ന്. ചില ആൾക്കാർക്ക് മയോണൈസ് ഇഷ്ടപ്പെടില്ല, ക്രീമിനോടായിരിക്കും. അപ്പോൾ കുറച്ച് മയോണൈസ് ഇടുക, കൂടുതൽ ക്രീം ഇടുക. ഇനി നമുക്കിതിലേക്ക് ഫ്രഷ് ക്രീമാണ്. ഇനി നമുക്കിത് യോജിപ്പിക്കാം. മയോണൈസ് കുറച്ചും കൂടി ചേർത്തിട്ടുണ്ട്. ഇതിൽ നിന്നും ഇത്രയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നുവെച്ചെന്നാൽ ഈ ഒരു ബോട്ടിൽ മതിയാവും, മറ്റേത് ചെറിയ ബോട്ടിലാണ്. ഇത് 433
million. 473. ഇത് 473 മില്ലിയാണ്. ഇതൊരു ബോട്ടിൽ മതി. പിന്നെ പഞ്ചസാര ഞാൻ കൊണ്ടുവന്നത് മുഴുവനും ഇട്ട് നിങ്ങളുടെ ആവശ്യത്തിന് ഇടുക. പഞ്ചസാര എന്തോരം വേണമെന്ന് വെച്ചാൽ ഉപ്പില്ല കേട്ടോ. പിന്നെ വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ടായി. ഇനിയിപ്പോൾ ഇത് റെഡിയായി. റഷ്യൻ സലാഡ് റെഡിയായി. ഇത് ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ ചേർക്കാം. പക്ഷേ ഒറിജിനലി റഷ്യൻ സലാഡ് ഇതാണ്. പിന്നെ പല ആൾക്കാരും അതിൽ പല രീതിയിലും പല സാധനങ്ങളും നട്ട്സൊക്കെ ഇട്ട് ശരിയാക്കും. ഒറിജിനലി ഇതാണ്. ഇപ്പോൾ ഇവിടെ റെഡിയായി. ഇനി നമുക്കത് തിന്ന് നോക്കാം. ഇതിപ്പോൾ ഇവിടെ റെഡിയായി. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. പിന്നെ നിങ്ങൾക്ക് ആദ്യമായാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നാലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. ഒന്ന് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഇത് ട്രൈ ചെയ്തു നോക്കണം. ടേസ്റ്റൊക്കെ അടിപൊളി. Hi to all amazing viewers, welcome to Selina's Kitchen. I really hope you liked today's Russian salad recipe. If you did, then don't forget to chop that like button. If you're new to my channel, then don't forget to subscribe to our channel and press the bell icon so you will be notified whenever we will upload a new recipe video. Let us know which dish would you like to learn next in the comment section below, and if you have any kinds of doubt, please ask in the comment section below. We will try to clear it out. Don't forget us to follow us on Instagram and TikTok. Facebook, Twitter are coming soon. Till then, take care, be safe, love you all, bye bye.